ജപ്പാൻ ചിക്കൻ ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ബ്രെഡിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ചിക്കൻ്റെ റെസിപ്പിയാണ് ഇന്ന്. അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് കാണുക. ജപ്പാനായിട്ടൊക്കെ വല്ല ബന്ധമുണ്ടോയെന്ന് വെച്ചാൽ എനിക്കറിയാൻ പാടില്ല. ഇതിന് പേരെങ്ങനെയാണ് അറിയപ്പെടുന്നത്, ജപ്പാൻ ചിക്കൻ എന്ന്. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഉപ്പ്, കുരുമുളക്, മൈദപ്പൊടി, കോൺഫ്ലവർ ഇവയെല്ലാം കൂടി 1/2 ഗ്ലാസ് വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഒരു കുഴമ്പ് രൂപത്തിലാക്കി എടുത്തിട്ട് ശേഷം വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ഇടുക. ഒരു അരമണിക്കൂറിന് ശേഷം നമുക്കിതൊരു പാനിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ചൂടായി വന്നിരിക്കുന്ന പാനിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഫ്രൈ ചെയ്തൊരു ഗോൾഡൻ ബ്രൗൺ കളറായി കഴിയുമ്പോൾ നമുക്കിത് കോരിയെടുക്കാം കേട്ടോ. ഞാൻ 2 പ്രാവശ്യമായിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുത്തത്. ശേഷം ഒരു പാനിലേക്ക് ബട്ടർ മെൽറ്റ് ചെയ്തതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞതും ആവശ്യത്തിന് പച്ചമുളകും, എരിവ് കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ പച്ചമുളക് ഇടാം. അപ്പോൾ അത് മൊരിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് 1 കപ്പ് പാലാണ് പിന്നെ നമുക്ക് വേണ്ടത്. ആ പാലൊഴിച്ച് തിളച്ചതിന് ശേഷം അതിലേക്ക് കശുവണ്ടി ഒരു പിടി കശുവണ്ടി നമ്മൾ പൊടിച്ചത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഗ്രേവി വേണ്ടവർക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കശുവണ്ടി ചേർക്കുമ്പോൾ തന്നെ അത് കുറുകി വരും, നമ്മുടെ ആ ബാറ്റർ ഇത് കുറുകി വരും. അപ്പോൾ അതിലേക്ക് കുരുമുളക് പൊടിയും ഉപ്പുമാണ് പിന്നീട് ആവശ്യമായിട്ടുള്ളത്. അത് ചേർത്ത് ഒരുവിധം തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ഇടാം. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം, കിടു ഐറ്റമാണ്. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ.